ഹലോ ലേഡീസ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന 12 കാര്യങ്ങളാണ്. പ്രിയങ്ക ചോപ്ര തൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ 12 കാര്യങ്ങൾ. വേൾഡ് ഫേമസ് പ്രിയങ്ക ചോപ്ര, നമുക്കറിയാം ഷീസ് എ പവർഫുൾ ലേഡി. തീർച്ചയായും നമ്മുടെ ലൈഫും അവരുടെ ലൈഫും എക്സ്ട്രീം എൻസിലാണ്. ബട്ട് ഷീ ഓൾസോ സ്റ്റാർട്ടഡ് ഫ്രം സ്ക്രാച്ച്. അവരുടെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള 12 റൂൾസ് നമ്മൾ ഇപ്പോഴുള്ളിടത്ത് നിന്ന് നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്കുള്ള 1% ഇംപ്രൂവ്മെൻ്റ് എങ്കിലും തരാതിരിക്കില്ല. ഈ 1% ഇംപ്രൂവ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് 1%. എന്ത് കാര്യവും തുടങ്ങുന്നത് 1%ൽ നിന്നാണ്. എങ്ങനെ ഫർദർ മുന്നോട്ട് പോകണം എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് മിസ് ചെയ്യാതെ കാണാം. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് മീ. Welcome to 1% Forward, and let's explore 12 rules from Priyanka Chopra to become our best versions. First rule, there is only one you, because there is no one like you. നിങ്ങളായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണ് എന്നത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ യുണീക്ക് സെൽഫിനെ കണ്ടെത്തുകയാണ്. അതുതന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ. ഹൂ ആം ഐ റിയലി? നിങ്ങളുടെ വാല്യൂ എന്താണ്? വിശ്വാസങ്ങൾ എന്താണ്? ഇഷ്ടങ്ങൾ എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേഴ്സൺ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ യുണീക്ക് സെൽഫിനെ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമായിരുന്നു. ആൻഡ് അതുതന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ. ഇനി സെക്കൻഡ് റൂൾ പറയുന്നത് ലെറ്റ് യുവർ ഡ്രീംസ് ഫ്ലൈ. നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്തുള്ള നമ്മുടെ എബിലിറ്റീസിനെ നോക്കിക്കാണാൻ പൊതുവേ നമ്മൾ പോകാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്യാനും. ബിക്കോസ് നമ്മൾ മാറ്റങ്ങളെ പേടിക്കുന്നു. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മൂവ് ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ലൂസാക്കുക, കൂളാക്കുക. ചേഞ്ചസ് എപ്പോഴും ഉണ്ട്. നമ്മൾക്ക് ഇനിയും എക്സ്പീരിയൻസ്ഡ് ആവാനുണ്ട്. നമ്മൾക്ക് ഇനിയും ഒരുപാട് ലേൺ ചെയ്യാനുണ്ട്. നമ്മുടെ ചോയ്സസ് ആണ് നമ്മളെ ബെസ്റ്റ് വേർഷൻ ആക്കുന്നത്. സോ നമുക്ക് വേണ്ട ചോയ്സസ് നമ്മൾ എടുക്കുക. ലെറ്റ് യുവർ ഡ്രീംസ് ഫ്ലൈ. സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുക. പേടിയില്ലാതെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആയി മാറുക. ഇനി റൂൾ നമ്പർ 3, യു ഹാവ് നെവർ അറൈവ്ഡ് ഇനഫ് ടു എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ ഇനിയും കംപ്ലീറ്റായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പ്രിയങ്ക ചോപ്ര പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് കുറച്ചേ വരികയുള്ളൂ, വല്ലപ്പോഴും കുറച്ച് മാത്രം. അതിനെ മനസ്സിലാക്കിയെടുക്കുക. അതിൻ്റെ ഓരോ അംശവും എടുക്കാനായി പരിശ്രമിക്കുക. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ, ആംബിഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ലൈഫിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ആംബിഷ്യസ് ആവുന്നത് ഒരു തെറ്റായ കാര്യമല്ല. ഇനി നാലാമത്തെ റൂൾ, ബി ഗ്രീഡി ഫോർ യുവർ ആംബിഷൻസ്, ബി ഹംഗ്രി ഫോർ ഇറ്റ്. എല്ലാം നമുക്ക് വേണം എന്നുള്ള ചിന്തയാണ് ഇതുകൊണ്ട് പ്രിയങ്ക ചോപ്ര ഇവിടെ അർത്ഥമാക്കുന്നത്. വി ക്യാൻ അച്ചീവ് എനിത്തിങ് വി വോണ്ട്. നമ്മൾ വേണ്ടതെല്ലാം ആഗ്രഹിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇനി അഞ്ചാമത്തെ റൂൾ, ഡു നോട്ട് കോംപ്രമൈസ് യുവർ ഡ്രീംസ്. മറ്റൊരാൾ നിശ്ചയിക്കുന്ന ബെഞ്ച് മാർക്ക് വെച്ചിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ ആളുകൾ എപ്പോഴും പറയുന്നതാണ് സ്ത്രീകൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ബോയ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണ്, നീ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. നമ്മൾ ആരായിരിക്കണം എന്ന് ആർക്കാണ് പറയാനാവുക? ഒരാൾക്കും ഒരു സന്ദർഭത്തിനും നിശ്ചയിക്കാൻ കഴിയില്ല നമ്മൾ ആരായിരിക്കണം എന്ന്. ഡു നോട്ട് കോംപ്രമൈസ് യുവർ ഡ്രീംസ്. ആറാമത്തെ റൂൾ, ഫെയിൽ ഫെയിൽ ആൻഡ് ഫെയിൽ ആൻഡ് റൈസ് ലൈക്ക് എ ഫീനിക്സ്. ഏറ്റവും ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ലൈഫിൽ ഫെയിൽ ആവും എന്നത്. ലൈഫ് അങ്ങനെയാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. സോ അത് ഡിഫൈൻ ചെയ്യും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഫെയിലിയറിനെ തട്ടിമാറ്റാനുള്ള ഒരേയൊരു വഴി മുന്നോട്ടേക്ക് പോവുക എന്നതാണ്. അതിനെ ഇഗ്നോർ ചെയ്യാതെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫെയിലിയറിനെ രുചിച്ചു നോക്കാതെ ഒരിക്കലും നമുക്ക് സക്സസിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ ഏഴാമത്തെ റൂൾ, ബി ബോൾഡ് ആൻഡ് ടേക്ക് റിസ്ക്സ്. കാൽക്കുലേറ്റഡ് എഡ്യൂക്കേറ്റഡ് റിസ്കുകൾ എടുക്കുക. ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മുടെ പോസിബിലിറ്റീസിനെ മുഴുവനായി എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ബാക്കപ്പ് യുവർ റിസ്ക്സ് വിത്ത് യുവർ 100%. അതായത് റിസ്കിനെ നമ്മുടെ 100% എഫേർട്ട് കൊണ്ട് ജയിക്കുക. ഇനി എട്ടാമത്തെ കാര്യം, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ. ഫ്രണ്ട്സ്, ഫാമിലി. നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നമ്മളെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യും വിജയത്തിലേക്കുള്ള നമ്മുടെ ജേണിയിൽ. സോ നമ്മൾ ബുദ്ധിപൂർവ്വം ആളുകളെ തിരഞ്ഞെടുക്കണം.
നമ്മുടെ പുറകിൽ നിന്നും തള്ളിയിടുന്ന ആളുകളെ അല്ല. ഇനി 9ാമത്തെ കാര്യം, യു ക്യാൻ നെവർ പ്ലീസ് എവ്രി വൺ ഓൾ ദ ടൈം. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ആരെങ്കിലും ഒരാൾ എപ്പോഴും അൺഹാപ്പി ആയിരിക്കും, എപ്പോഴും. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ ട്രൂ ഒപ്പീനിയൻസും ഫേക്ക് ഒപ്പീനിയൻസും തമ്മിൽ വളരെ കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇനി 10ാമത്തെ റൂൾ, ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നത് ലാഫ് ചെയ്യുക എന്നതാണ്. നമ്മളെ നോക്കി, സിറ്റുവേഷൻസിനെ നോക്കി. കാം ഡൗൺ, എൻജോയ്. ഇനി 11ാമത്തെ കാര്യം, ഗിവ് ബാക്ക്. കൈൻഡ് ആവലും അനുകമ്പയും മനുഷ്യനാവുക എന്നതും അത്ര ഹാർഡായിട്ടുള്ള കാര്യമല്ല എന്നാണ് പ്രിയങ്ക ചോപ്ര പറയുന്നത്. ആരുടെയും ഫുൾ സ്റ്റോറി നമുക്കറിയില്ല. പെട്ടെന്ന് ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തുക. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടാകും. സോ നമുക്ക് പറ്റുമ്പോഴൊക്കെ തിരിച്ചും കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കാകെ ഒരു ലോകമാണുള്ളത്. ഈ ലോകത്തിനെ ഹീൽ ചെയ്യേണ്ടത് നമ്മളാണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിൽ നിന്നാണ്. 12ാമത്തെ റൂൾ, ഓൾവേസ് റിമെമ്പർ വേർ യു കെയിം ഫ്രം. നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവവുമാണ് നമ്മൾ. സോ നമ്മൾ എവിടുന്ന് വന്നത് എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. സോ ഇത്രയുമാണ് പ്രിയങ്ക ചോപ്ര പറഞ്ഞിട്ടുള്ള 12 റൂൾസ്. ഈ റൂൾസ് നമ്മൾക്ക് പറ്റുന്നത് പോലെ ലൈഫിൽ കൊണ്ടുവന്ന് നമ്മുടെ ബെസ്റ്റ് വേർഷൻസ് ആവാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you so much for watching. And one more thing, if you change your mind, you change your life. Thank you.